നാട്ടിലെ ഒരു പള്ളിപ്പെരുന്നാളായിരുന്നു അന്ന്. രാത്രി ഞാനും മുത്തുവും കൂടെ ഒരു ഫുള്ള് വാങ്ങി അതിന്റെ പകുതി അടിച്ചു. ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഗാനമേള കാണാൻ വേണ്ടി പോയി. പരിപാടിയൊക്കെ ഒരു 10:30 തീർന്നു. അങ്ങനെ ഞാനും മുത്തുവും കൂടെ എന്റെ ബൈക്കിൽ വരികയാണ്. പകുതി സാധനം കുപ്പിയിലുണ്ട്. ഞങ്ങൾക്കത് കഴിക്കണം. എന്നാൽ നമുക്ക് കോറിയിലേക്ക് പോവാമെന്ന് മുത്തു പറഞ്ഞു. ശരി, എന്നാൽ അങ്ങോട്ട് പോവാമെന്ന് കരുതി ഞങ്ങൾ കോറിയിലേക്ക് വണ്ടിയെടുത്തു. പോകുന്ന വഴി ഒരു ഓട്ടോ കിടപ്പുണ്ട്. നോക്കുമ്പോൾ കണ്ണേട്ടന്റെ വണ്ടിയാണ്. പുള്ളിയും പുള്ളിയുടെ അളിയനും കൂടെ അവിടെ ഇരുന്ന് മദ്യപിക്കുകയായിരുന്നു. ഞങ്ങളെ കണ്ടതും വാട ഒരെണ്ണം അടിച്ചിട്ട് പോയെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ പുള്ളി നിർബന്ധിച്ചു. വിസ്കിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ പെഗ് വെച്ച് കഴിച്ചു. എന്നാ ശരി, ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും പോന്നു. അങ്ങനെ കോറിയിലെത്തി. അവിടെ ഇരുന്ന് ഞങ്ങൾ ഓരോന്ന് വെച്ചടിച്ചു. അത് കയറിയപ്പോൾ ഏകദേശം ഒരു ലെവലായി. മുത്തു പറഞ്ഞു, നമുക്കിത് ഫിനിഷാക്കാമെന്നോ. ഞാൻ പറഞ്ഞു, അത് വേണോ, ഇപ്പോൾ നല്ല മൂടായി, ഇനി വണ്ടി എടുക്കാൻ പറ്റില്ല എന്ന്. ഏയ്, നാളെ സൺഡേ അല്ലേ, നമുക്കിത് ഫിനിഷാക്കാമെന്ന് അവൻ പറഞ്ഞു. എന്നാൽ അങ്ങനെയാവട്ടെ വെച്ച് ഞങ്ങൾ ആ കുപ്പി കാലിയാക്കി രണ്ടുപേരും നല്ല പോലെ ആടാൻ തുടങ്ങി. ഇനി ഈ കോലത്തിൽ പോകാൻ ഒക്കില്ല, എന്നാ പിന്നെ ഈ പാറപ്പുറത്ത് കിടക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ അവിടെ കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മുത്തു എണീറ്റ് മുള്ളാൻ പോയി. എന്നാൽ ഞാൻ ഇതൊന്നും അറിയണില്ല. അവൻ അങ്ങനെ മൂത്രമൊഴിച്ച് തിരിച്ചു വരും വഴി അവിടെ വീണു. നല്ല ഫിറ്റല്ലേ. അവൻ പിന്നെ അവിടെ തന്നെ കിടന്നു. നേരം പുലരാറായി. ഞാൻ എണീറ്റ് നോക്കുമ്പോൾ ഇവൻ ആ വഴിയിലാണ് കിടക്കുന്നത്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഇവന്റെ വായിൽ നിന്നും എന്തു പത പോലെയൊക്കെ വരുന്നുണ്ട്. വെള്ളമടിച്ച് വാളു വെച്ചതിന്റെ ആവുമെന്ന് ഞാൻ കരുതി. ഞാൻ അവനെ തട്ടി വിളിച്ചു. പെട്ടെന്ന് ഇവൻ ചാടി എണീറ്റ് എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. ശേഷം ഓരോ ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ആകെ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഇവൻ ശരിക്കും ബാധ കയറിയ കൂട്ട് ചേഷ്ടകളാണ് കാണിക്കുന്നത്. വല്ലാത്ത ശക്തിയായിരുന്നു അവന്. ഞാൻ അവന്റെ മുണ്ട് വെച്ച് കയ്യും കാലും കെട്ടി. ഇവൻ കിടന്ന് കാറാൻ തുടങ്ങി. എന്ത് ചെയ്യണം എനിക്കറിയുന്നില്ല. ഞാൻ അവിടെ നിന്നും ഓടി കുറച്ചു നേരം ചെന്നാൽ മോഹനൻ എന്നൊരാളുടെ വീടുണ്ട്. ഞാൻ അവിടെ പോയി അവരെ വിളിച്ചു. സമയം അന്നേരം 5:30 മണിയായിട്ടുണ്ട്. ഞാൻ നടന്ന കാര്യം അവരോട് പറഞ്ഞു. വേഗം തന്നെ മോഹനേട്ടനും അയാളുടെ മരുമകനും മകനും കൂടെ എന്റെ കൂടെ വന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ഇവൻ അവിടെ ബോധമില്ലാത്ത അവസ്ഥയിലാണ് കിടപ്പ്. അന്നേരം മോഹനേട്ടൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ഈ സ്ഥലം വളരെ മോശമാണ്. ഇവിടെ കുറെ പ്രശ്നങ്ങളുള്ള സ്ഥലമാണെന്ന് നിങ്ങൾക്കറിയില്ലേ. ഇവൻ എന്തോ കണ്ട് ഭയന്നതാണെന്ന് മോഹനേട്ടൻ പറഞ്ഞു. ഞങ്ങൾ അവനെ പൊക്കിയെടുത്തു അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴും ഇവന് ബോധം വീണിട്ടില്ല. ഇവനെ പേടിച്ചതാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പായി. അന്നേരം അല്പം കഴിഞ്ഞതും അവന് ബോധം വന്നു. എന്നിട്ട് ഉറക്കെ കരയാൻ തുടങ്ങി. ഞങ്ങൾ എന്താ പറ്റിയെന്ന് ചോദിച്ചു. അന്നേരം അവൻ കണ്ട രൂപത്തെക്കുറിച്ച് പറഞ്ഞു. ഇവൻ അവിടെ കിടക്കും നേരം ഇവന്റെ പുറത്തേക്ക് ഒരു ചാട്ടവാറിനടിക്കുന്നത് പോലെ ഒരു അടി കിട്ടിയതും അവൻ ഉണർന്നു. വേദന കൊണ്ട് ചുറ്റും നോക്കുന്നേരം ഇവൻ കിടക്കുന്ന സ്ഥലത്ത് ഒരു കാല് കണ്ടു. നേരെ തല ഉയർത്തി പൊക്കി നോക്കിയതും ഒരു കറുത്ത രൂപം, നിറയെ ജട പിടിച്ച മുടി, അത് നിലം മുട്ടുന്ന വിധം ചുവന്ന നാക്ക് നീട്ടി ഇവനെ നോക്കി കണ്ണുരുട്ടി നോക്കിയാണ്. അത് കണ്ടതും ഇവൻ ആകെ കയ്യുന്നു പോയ അവസ്ഥയായിരുന്നു. ഒച്ച പോലും വെക്കാനാവാതെ എണീറ്റോടാൻ പോലും ഇവന് സാധിച്ചില്ല എന്നും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അവന്റെ കഴുത്ത് പിന്നോട്ടിങ്ങനെ തിരിഞ്ഞു പോകാൻ തുടങ്ങി. ഇത് ബ്രഹ്മരക്ഷസിനെ കണ്ടതാണെന്ന് തോന്നുന്നു എന്ന് മോഹനേട്ടൻ പറഞ്ഞു. അവിടെ വരത്തുപൂപ്പുള്ള സ്ഥലമാണ്. ആ സ്ഥലം തന്നെ കുറച്ച് പെശകാണെന്നും. പെട്ടെന്ന് ഇവന്റെ കണ്ണൊക്കെ മറയുന്നു, പാവൊക്കെ നീണ്ടുവരുന്നു. വേഗം തന്നെ ഞങ്ങൾ അവനെ എടുത്ത് അവിടെ കുറുപ്പ് എന്നൊരാളുണ്ട്. പുള്ളിക്ക് ഈ ബാധ ഒഴിപ്പിക്കൽ അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളൊക്കെ വശമുണ്ട്. വേഗം അവിടേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഉറുപ്പിനോട് കാര്യം പറഞ്ഞു. പുള്ളി ഇവന്റെ ദേഹത്ത് കുറച്ച് ഭസ്മം എറിഞ്ഞു. അപ്പോൾ ഇവൻ ചീറിക്കരയാനും കിടന്ന് പിടയാനും തുടങ്ങി. അത് കണ്ട് ഉറുപ്പ് പറഞ്ഞു, വേഗം തന്നെ ഇവനെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകണം. ഇത് ബ്രഹ്മരക്ഷസിന്റെ ശാപം കിട്ടിയതുപോലെയാണ്. ഇത് എവിടെ നിന്നാണ് കണ്ടു പേടിച്ചതെന്ന് ചോദിച്ചു. ഇങ്ങനെ രാത്രിയിൽ കോറിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ വെച്ചാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. അവിടെ ഈ തേർവാഴ്ച ഉള്ള സ്ഥലമല്ലേ. എന്തായാലും വേഗം തന്നെ ശിവന്റെ അമ്പലത്തിലേക്ക് ഇവനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. എല്ലാവരും അവനെടുത്ത് ഉടൻ തന്നെ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അവിടെ സ്വാമിയോട് ഞങ്ങൾ കാര്യം പറഞ്ഞു. അങ്ങനെ സ്വാമി വന്ന് ഇവനെ ഇരുത്തി വേണ്ട പരിഹാര കർമ്മങ്ങളെല്ലാം നടത്തി അവന്റെ ദേഹത്തു നിന്നും ആ ശക്തിയെ പുറത്താക്കി. എങ്കിലും അതിനുശേഷം ഇവന് മാനസികമായി കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഒരുവിധമെല്ലാം ശരിയായി വന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്റെ നാട്ടിലുണ്ടായ ഒരു സംഭവമാണിത് എന്നാണ് സുജിത്ത് എന്ന സുഹൃത്ത് പറഞ്ഞത്. ഈ അനുഭവകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്നാൽ അടുത്തൊരു അനുഭവകഥയുമായി നമുക്ക് വീണ്ടും കാണാം. See you soon.